ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഗൈസ്, അപ്പം നിങ്ങൾ എന്തായാലും ഇൻട്രോ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇപ്പം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജെറാർഡിനെ കിട്ടിയിരിക്കുകയാണ്. അത് ഞാൻ എന്താ പറയുക, ഫസ്റ്റ് ട്രയൽ തന്നെയാണ് എനിക്ക് കിട്ടിയത് കേട്ടോ. ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി വേണമെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഉറപ്പായിട്ട് ഞാൻ സെറ്റ് ചെയ്യുന്നതായിരിക്കും. ഗൈസ്, അപ്പോൾ നമ്മുടെ ഓപ്പണൻ്റ് അത് വന്നിട്ടുണ്ട്. ഞാനിപ്പം ഡിവിഷൻ 3 എത്തിയായിരുന്നു. അപ്പം ഡിവിഷൻ 3 ആദ്യത്തെ മാച്ച് ആട്ടോ ഇത്. ഗൈസ്, ബാർസലോണയാണ് വന്നിരിക്കുന്നത്. അപ്പം ഇന്നത്തെ ഓപ്പോണൻ്റ് എത്ര എനിക്ക് തോന്നുന്നു, നമ്മൾ സ്ക്വാഡ് നോക്കിയപ്പോൾ അത്ര സീനൊന്നും കണ്ടില്ല. എന്നാലും നമുക്ക് പറയാൻ പറ്റില്ല. ആ സ്ക്വാഡ് വെച്ചിട്ടല്ല നമ്മൾ ഒരാൾ നോക്കേണ്ടത്. ഗൈസ്, കക്കർലെ ടു റിവാൾഡോ ടു കക്കർലെ. ഗൈസ്, ചെറുതായിട്ട് റേഞ്ചിനെന്തോ സീനൊന്നും എനിക്ക് ഡൗട്ടുണ്ട്. മെസ്സി, ഓ ഗൈസ്, നൈസ് ഒരു ഗോൾഡൻ ചാൻസ് ആയിരുന്നല്ലോ. നെയ്മർ ഞെക്കിപ്പോയില്ലൂടാ. ഗൈസ്, അതാരാ, മെൻഡി ടു ബ്രൂണോ ഫെർണാണ്ടസ്. ഗൈസ്, വീണ്ടും ഹാരിക്കെയിൻ ടു മാളർ. ഓക്കെ ഗൈസ്, വീണ്ടും മിക്കി ടു മെസൈൻ ടു കുബോ എടുത്തിട്ടുണ്ട്. റിവാൾഡോ സക്കലടാ. ഈ മാച്ച് നമ്മളൊരു കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ജെറാർഡിനെ ഇറക്കി നോക്കാം എങ്ങനെയുണ്ടെന്ന് കാർഡ്. ഗൈസ്, മെസ്സി അങ്ങനെ എടുത്തിട്ടുണ്ട്. നൈസായിരിക്കും മെസ്സി. ഓ ഗൈസ്, ത്രോ കുറച്ചുകൂടെ കൊടുത്താൽ മതിയായിരുന്നു. ആവശ്യമില്ലാണ്ട് പണിയൊപ്പിച്ചു. അത് കുഴപ്പമില്ല, എന്തായാലും നോക്കാം. ഗൈസ്, അപ്പോൾ കക്കറിലെ വീണ്ടും ഓക്കെ, കർലെ ടു വെരാറ്റി അവിടെ നിന്ന് ക്രോസ്. ഈസ്മെറോ ടു കിമ്മിച്ച് ടു മെസ്സി. നൈസ് ഒരു ചാൻസ്. റിവാൾഡോ. നൈസ് ഒരു ഗോൾ തന്നെ റിവാൾഡോൻ്റെ. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും അതൊരു അടിപൊളി ഗോളായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ 14 മിനിറ്റ് ഗോളിട്ടിരിക്കുകയാണ്. ഓക്കെ, റിവാൾഡോ. ഗൈസ്, അപ്പോൾ നമ്മുടെ ഒരു കോയിൻ തീർന്നു സത്യത്തിൽ. എൻ്റെ 100 കോയിൻ ഉണ്ടായിരുന്നുള്ളൂ. ഇനി നമുക്ക് കോയിൻ എന്തായാലും കിട്ടിക്കഴിഞ്ഞാൽ എന്താ പറയുക, നമുക്ക് ഇനിയും ഒരു ഗോളി ഉണ്ട് കേട്ടോ. എന്താ പറയുക, നമ്മുടെ യൂറോപ്പിന് ഇതിൽ ഗോളി, അതുപോലെ വേറൊരു പ്ലെയറും കൂടി ഉണ്ട്. നമുക്ക് എന്തായാലും സെറ്റാക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഇറക്കുന്നു. റൊണാൾഡോ, മെഹേൽ, ലിസറാസു, മെസ്സി ടു നെയ്മർ. അത് കിടന്നു കിമ്മിച്ച് പാസ്സാക്കല്ലേ ഗൈസ്. മോൾഡാവും മെൻഡി. ഓക്കെ, കിമ്മിച്ചിട്ട് മെൻഡി ചില സമയത്ത് ഈ റേഞ്ചിൻ്റെ ഒരു ചെറിയ ഇഷ്യൂ വരുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ വെറുതെ ബഗ് അടിക്കുന്നുണ്ട്. കിമ്മിച്ചിട്ട് മെസ്സി, നെയ്മർ, റൊണാൾഡോ. ഗൈസ്, വീണ്ടും നൈസ് ബ്രൂണോ ടു കുബോ. അങ്ങനെ കിടത്തിട്ടില്ല ഗൈസ്. കർലെ റിവാൾഡോ. വെരാറ്റി ടു മെസ്സി. ഗൈസ്, കിമ്മിച്ച് അങ്ങനെ പോയാൽ മതിയായിരുന്നു. മെൻഡി ടു ബ്രൂണോ ടു കുബോ ടു വീണ്ടും ഫെർണാണ്ടസ്. കുബോ സമ്മതിക്കില്ല ഗൈസ്. കിമ്മിച്ച് ടു നെയ്മർ ടു മെസ്സി ടു നെയ്മർ. നെയ്മറോടൊന്ന് ഷോട്ട്. എട്ടേക്കൂടെ ഗൈസ്, പക്ഷേ അത് ഗോളിൻ്റെ കയ്യിലേക്ക് പോയി. അവിയല ഗൈസ്. അപ്പം നമുക്ക് നോക്കാം. 30 ഇപ്പം ഹാഫ് ടൈം ആവാൻ സമയമാവും ഗൈസ്. അപ്പോൾ മെഗലൻ പിടിക്കാൻ നോക്കുന്നുണ്ട് ഗൈസ്. മെഗലൻ പിടിച്ചിട്ടുണ്ട്. മെസ്സി, റിവാൾഡോ കിട്ടുമോ ഗൈസ്? 10 അടിച്ച്. ഭയങ്കര ക്ലോസ്. കിമ്മിച്ച് കിട്ടിയിട്ടുണ്ട്. കിമ്മിച്ച് ടു മെസ്സി. മെസ്സി അവിടുന്ന് ഷോട്ട് അടിച്ച്. ഞാൻ മറ്റേ ടൈപ്പിൽ ലോങ് റേഞ്ച് എടുക്കാൻ നോക്കിയാൽ പക്ഷെ നടന്നില്ല ഗൈസ്. എന്തായാലും നമുക്ക് കുറച്ച് ചാൻസസ് കിട്ടുന്നുണ്ട് കേട്ടോ ഗൈസ്. മെഴയിൽ ഗൈസ്, വീണ്ടും കുബോ ടു വീണ്ടും റിവാൾഡോ ടു മെസ്സി ടു നെയ്മർ. നൈസ് ഒരു പാസ്സാണുള്ളത് ഗൈസ്. ഓഫ് സൈഡ് ആയി. നൈസ് ഒരു വരവായിരുന്നു, പക്ഷേ നടന്നില്ല. എന്ത് ചെയ്യാൻ, നൈസൊരു അടിപൊളി പാസ്സായിരുന്നു ഗൈസ്. എന്തായാലും സാറില്ല, നമ്മൾ റെഡിയാക്കാം. ഓക്കെ, നൈസൊരു പാസ്സായിരുന്നു കേട്ടോ. അത് ആ വന്ന വരയിൽ അടിച്ചു കയറ്റിയാണ് ഗോൾ അടിക്കുകയായിരുന്നു ഗൈസ്. അങ്ങനെ ഹാഫ് ടൈം ആവാൻ പോവുകയാണ്. ഓക്കെ ഗൈസ്, അങ്ങനെ ഹാഫ് ടൈം അടിക്കുകയാണ്. അപ്പം ബാർസലോണ 2 അടിയും ബാർസലോണയാണ്, നമുക്കൊന്ന് അവർക്കൊന്ന് 0. ഷോട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ 4 ഷോട്ടാണ് ഗൈസ്. ഇനിയിപ്പോൾ ഗൈസ് നമ്മൾ ജെറാർഡ് ഗൈസ് ടൈമായിരിക്കുകയാണ്. നമുക്ക് കിമ്മിച്ചിന് പകരം
അതുപോലെ തന്നെ അൽവാരസിനെ കയറ്റാം സെക്കൻഡ് സ്ട്രൈക്കറായിട്ട്. ജെറാർഡും അൽവാരസും മതി ഗൈസ്. ഇനി കുറച്ച് നേരത്തിന് നമുക്ക് എങ്ങനെ ഉണ്ടാവും നോക്കാം ജെറാർഡിൻ്റെ ഈ ഒരു കാർഡ്. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾ എന്തായാലും യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ജസ്റ്റ് ഗൈസ്. അപ്പോൾ വെരാറ്റി എടുത്തിട്ടുണ്ട്, വെരാറ്റി ടു അൽവാരസ്, അൽവാരസ് ടു വെരാറ്റി, വീണ്ടും വെരാറ്റി ടു മെസ്സി, മെസ്സി ടു നെയ്മർ, നെയ്മർ 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 നെയ്മർ. ഓ ഗൈസ്, ഒരു നൈസ് ഒരു ചാൻസ് ആയിരുന്നു ഗൈസ്, പക്ഷെ നടന്നില്ല ഗൈസ്. കേസ്മിറോ ടു അൽവാരസ്, അൽവാരസ് ടു വെരാറ്റി, കേസ്മിറോ ടു ഗൈസ് ജെറാർഡ്. ജെറാർഡിൻ്റെ ആദ്യത്തെ മാച്ച് ഗൈസ്. ഓ, അവിടെ ഒരു സ്കിൽ ഇറങ്ങേണ്ട കാര്യം മതിയായിരുന്നു ഗൈസ്, അടിച്ചു ഗൈസ്. അങ്ങനെ ഇന്നത്തെ മാച്ചിന് ആദ്യത്തെ കോർണർ കിക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം എന്തായാലും നോക്കാം. അങ്ങനെ ജെറാർഡിൻ്റെ ആദ്യ ഷോട്ടായിരുന്നു ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നോക്കാം. വെരാറ്റി അടിക്കുന്നു, വെരാറ്റി ടു നെയ്മർ. ഓ ഗൈസ്, ആ ഹെഡർ അത്ര കുറച്ച് ഇതായിപ്പോയി, അതല്ല എന്തായാലും ഗൈസിന് നമുക്ക് നോക്കാം. കുറച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് അറിയില്ല. നെയ്മർ ഓ നൈസ് ചാൻസ് കിട്ടിയിരിക്കുന്നു ഗൈസ്. അൽവാരസ് പെട്ടെന്നൊക്കെയാണ് അടിക്കുക ഗൈസ്. അൽവാരസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. വീണ്ടും വെരാറ്റി ടു അൽവാരസ്, അൽവാരസ് ടു വെരാറ്റി. ഓ പറഞ്ഞ ടു വെരാറ്റി. ഓ ഗൈസ്, നൈസ് ഒരു പാസ്സാണല്ലോ. അൽവാരസ് ടു അൽവാരസ് റോസ്. ഓ ഗൈസ്, നൈസ് ഷോട്ട് നെയ്മർ ഗൈസ്. അങ്ങനെ 62-ാം മിനിറ്റിൽ നെയ്മർ ഗോൾ അടിച്ചിരിക്കുകയാണ്. എന്തായാലും നൈസ് ഒരു വരവ് തന്നെയായിരുന്നു കേട്ടോ, അടിപൊളി ഒരു ഇത് പാസ് ഗൈസ്. അതാണ് ഞാൻ അൽവാരസിന് ഈ ഒരു ടൈമിൽ ഇറക്കുന്നത്. കാരണം അൽവാരസ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മാച്ചിന് അതിൻ്റേതായ എന്താ പറയുക ബെനിഫിറ്റ് ഉണ്ടാവും. ഓക്കെ, അൽവാരസിനെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതും ലാസ്റ്റ് മിനിറ്റിലൊക്കെ ഇറക്കിയാൽ മതി കേട്ടോ. അൽവാരസ് അങ്ങനെ ഒരു അസിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, വീണ്ടും വരുന്നുണ്ട് മെസ്സി. ഓക്കെ ഗൈസ്, വീണ്ടും ജെറാർഡ്, നെയ്മർ എടുത്തിട്ടുണ്ട്. ഓ ജെറാർഡ് ഗൈസ് കിട്ടിയിട്ടുണ്ട്. മാർക്കിനസ്, ജെറാർഡ് ടു മെസ്സി, മെസ്സി ടു നെയ്മർ ഗൈസ്. നൈസ് ഒരു പാസ്, നൈസ് ഒരു ഗോളായിരിക്കും. ഓഫ് ഗൈസ്, അങ്ങനെ അടുത്തൊരു ഗോൾ അടിച്ചിരിക്കുകയാണ്. അങ്ങനെ തൊട്ട് പുറകെ തന്നെ നെയ്മർ. പിന്നെ 2 ഗോളുകളാണ് നെയ്മർ അടിച്ചിരിക്കുന്നത്. ഓക്കെ, അടിപൊളി ഒരു ഗോൾ തന്നെ ഗൈസ്. അപ്പോൾ എന്തായാലും നൈസൊരു പാസും അതുപോലെ തന്നെ എന്താ പറയുക, ഞാൻ വിചാരിച്ചു ഓഫ് സൈഡ് ആവും, പക്ഷെ അങ്ങനെ യൂസ് ചെയ്യുന്നൊന്നും ഉണ്ടായിരുന്നില്ല. നൈസായിരുന്നു. ഓക്കെ, അങ്ങനെ അടിപൊളി ഗൈസ്. അപ്പം എനിക്ക് തോന്നുന്നു സബ്സ്റ്റിറ്റ്യൂഷൻ ടൈമായി എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. കാരണം നമുക്ക് സാബി അലോൺസോനാണ് ഇറക്കാം. കാരണം ഇവർ ഇടന്നോട്ടെ, നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ റോഡ്രിഗറിനെ ഇറക്കാം ഗൈസ്. ഇതാണ് നമ്മുടെ എന്താ പറയുക, ഞാൻ ഈ എടുത്ത് നോക്കിയായിട്ട് എന്താ പറയുക, ഒരു അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലെയറിനെയാണ് ഞാൻ ഇറക്കിയേക്കുന്നത് നമ്മുടെ നെയ്മറിന് പകരം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നൈസാണ്. നിങ്ങളൊന്ന് എന്താ പറയുക, വെറും എനിക്കൊന്ന് 20,000 GP എങ്ങാണ്ടേ ഉള്ളൂ. അതുകൊണ്ട് സുഖമായിരിക്കും. നൈസാട്ടോ, പ്ലേ നൈസാണ്. കാരണം നിങ്ങൾ കണ്ടു നോക്കണം, കറക്റ്റ് പാസിങ് എല്ലാമാണ്. നമുക്ക് നോക്കണം, അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള പ്ലെയറാണ്. ഓക്കെ ഗൈസ്. ഓക്കെ, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്താ പറയുക പ്ലെയറിൻ്റെ നെയിം കൊടുക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് നോക്കാം. മെസ്സി ടു അൽവാരസ് ടു മെസ്സി. ഓ ഗൈസ്, അതൊരു നൈസ് ഗോൾ തന്നെ. ഓക്കെ, മെസ്സിയുടെ ഓ അടിപൊളി ഒരു ഗോൾ. അങ്ങനെ 25 മിനിറ്റിൽ മെസ്സി അടിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ 4 ഗോൾ. നമ്മളെന്തായാലും ഹാഫ് ടൈമിന് ശേഷം നന്നായിട്ട് മാച്ചിൽ എന്താ പറയുക അടിപൊളിയായിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇന്ന് ജെറാർഡ് വന്നതിൻ്റെ ഐശ്വര്യം വേണമെങ്കിൽ പറയാം ഗൈസ്. ഓക്കെ, മെസ്സി ടു ജെറാർഡിനെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജെറാർഡിനെ കൊണ്ടൊരു ഗോൾ അടിപ്പിക്കാൻ പറ്റുമോ എന്ന് നോക്കാം ഗൈസ്. ജെറാർഡ് ടു മെസ്സി ടു ഈ പ്ലെയറാണ് ഗൈസ്. കിട്ടിയില്ല, എടുക്കുന്നുണ്ട്. ഓ ഗൈസ്, എന്തായാലും ഞാൻ ഈ പ്ലെയറിൻ്റെ നെയിം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക ഏകദേശം 20,000 GP എങ്ങാണ്ടുള്ളൂ ഗൈസ്. അപ്പം എടുക്കാവുന്നതാണ്. നല്ലൊരു പ്ലെയറാട്ടോ. ഇതുപോലുള്ള കുറേ പ്ലെയറുകളുണ്ട്. നമുക്കിപ്പോൾ കിട്ടിയത് വെച്ചിട്ട് ഞാനൊരു പുതിയ പ്ലെയറിനെ ഇറക്കി നോക്കിയതാണ്. ഇങ്ങോട്ട് നോക്കാം. നല്ല പ്ലേ സ്റ്റൈലാണ്. അൽവാരസ് ടു മെസ്സി. കിട്ടിയില്ല ഗൈസ്. നൈസൊരു പാസ്സായിരുന്നു. മെസ്സി ടു റിയാൾഡ്, ജെറാർഡ്. ഊഫ് ഗൈസ്, വാൻകെര ഗൈസ് കിട്ടിയിട്ടുണ്ട്. വീണ്ടും റിയാൾഡ്, ജെറാർഡിന് കിട്ടിയിട്ടുണ്ട്.
നോക്കാൻ ജെറാർഡ് ഗോൾ അടിക്കുമെന്ന്. ജെറാർഡ് ഈ ഗോൾ അടിച്ച് കലക്കും. ഓ ഗൈസ്, ജെറാർഡ് ഗോൾ. ഗൈസ് അങ്ങനെ 94 മിനിറ്റിൽ ജെറാർഡ് ഗോൾ ഇട്ടിരിക്കുകയാണ്. അപ്പം എന്തായാലും ഗൈസ് തന്നെ. ഓക്കെ ഗൈസ്, അങ്ങനെ ഇന്നത്തെ മാച്ചിൽ എന്താ പറയുക, നമ്മുടെ ജെറാർഡിൻ്റെ ഫസ്റ്റ് ഗോളാണ് കേട്ടോ. ഓക്കെ, എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു കാർഡ്, നൈസാണ്. അപ്പം നിങ്ങൾക്ക് ആരൊക്കെ കിട്ടിയാലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും അടിപൊളി തന്നെയായിരുന്നു. അങ്ങനെ നമ്മളെന്താ പറയുക, ഇപ്പോൾ മാച്ച് ഇപ്പോൾ തീരും, കാരണം ടൈം ആവാൻ ഗൈസ്. ഗൈസ് അങ്ങനെ നമ്മൾ ഇന്നത്തെ മാച്ച് ജയിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ടുണ്ട്, നല്ലൊരു കാർഡ് തന്നെയാണ്. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് ഈ മാച്ച് നമ്മൾ വിജയിച്ചിരിക്കുകയാണ്. അപ്പം ഓക്കെ, അപ്പോൾ നമുക്ക് ഷോർട്ട് റൗണ്ട് ടാർഗറ്റൊക്കെ നോക്കാം ഗൈസ് എത്രയുണ്ടെന്ന്. ഇതൊരു അടിപൊളി മാച്ചായിരുന്നു കേട്ടോ ഗൈസ്. അങ്ങനെ എനിക്ക് ഷോട്ട് നമ്മൾ 11 ഷോട്ടുണ്ട് അടിച്ചിരിക്കുന്നത്. നെയ്മറാണ് പ്ലെയർ റേറ്റിംഗ്. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ, ബൈ.